രാവിലെ കുറച്ച് നെഗറ്റീവ് കേട്ടിട്ടാണ് ചെന്നത്, ആ ഒരു പ്രതീക്ഷയിൽ. പക്ഷെ അങ്ങനെയൊന്നും അല്ല. അടിപൊളി പടം. വലിയ ട്വിസ്റ്റ്, വലിയൊരു ട്വിസ്റ്റ് വെച്ചിട്ടുണ്ട്. സൂര്യക്ക് വേണ്ടി കാണാം. അല്ല കേട്ടോ, അതൊന്ന് ശ്രദ്ധിച്ചിരുന്ന് കണ്ടാൽ മതി. അല്ലാതെ ഈ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് വരുന്നവര് നെഗറ്റീവ് മാത്രമേ പറയുള്ളൂ. 2.5 മണിക്കൂർ കുറച്ച് പോപ്കോൺ വാങ്ങിച്ചതുകൊണ്ട് പോപ്കോൺ കഴിച്ചുകൊണ്ടിരുന്നു പടം കണ്ട്. അങ്ങനെയെങ്കിലും അത് ചിലപ്പോൾ മൂവി മനസ്സിലാവാത്തവരായിരിക്കും ആ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടാവുമെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. നെഗറ്റീവ് തോന്നാൻ കാരണം എന്ന് പറഞ്ഞാൽ പ്രഡിക്റ്റബിൾ സ്റ്റോറിയാണ് ഒന്നാമത്തെ കാര്യം. മൊത്തത്തിലൊരു ക്ലിക്ക് ആവണല്ലോ, നമുക്ക് ഇമോഷൻസ് ഒന്നും വർക്കൗട്ട് ആവണല്ലോ ഉദ്ദേശിക്കുന്നത്. സൂര്യ കൊള്ളാം, പക്ഷെ കാണാൻ ലുക്കൊക്കെയാണ്, പക്ഷെ മൊത്തത്തിൽ പടം പോരാ. കുഴപ്പമില്ല, കുഴപ്പമില്ല, കണ്ടിരിക്കാം. ബ്രോ മൊത്തം ഫൈറ്റ് മാത്രമേ ഉള്ളൂ, കഥ വലുതായിട്ടില്ല, പക്ഷെ കുഴപ്പമില്ല, കണ്ടിരിക്കുക അത്രേ ഉള്ളൂ. വൺ ടൈം വാച്ചാണ്, വലിയ കഥയൊന്നുമില്ല. അടിപൊളി പടം. വലിയ ട്വിസ്റ്റ്, വലിയൊരു ട്വിസ്റ്റ് വെച്ചിട്ടുണ്ട്. സൂര്യ പൊളിയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. എനിക്ക് മറ്റേ സ്റ്റോറി കാണിക്കുന്ന ലുക്ക് അടിപൊളിയായിട്ടുണ്ട്, വേറെ ഒന്നും പറയാല്ല. ശരി, സൂര്യക്ക് വേണ്ടി കാണാം. വിഷ്വൽസ് എല്ലാം കൊള്ളാം, ബാക്കി എന്തോ പോരത്ര. സൂര്യ കൊള്ളാം, അഭിനയം കൊള്ളാം. വിഷ്വൽ എഫക്ട്സ് ഒക്കെ സൂര്യ നല്ല കൊള്ളാം. കങ്കുവാട് എൻട്രി കൊള്ളായിരുന്നു, പിന്നെ ക്ലൈമാക്സ് മിസ്. പടത്തിന്റെ കേസൊന്നും പറയണ്ട ബ്രോ. പടം എന്ന് പറഞ്ഞാൽ വൻ പ്രതീക്ഷയോടെയാണ് വന്നത്. സൂര്യാണൻ്റെ പടം കാണാൻ വൻ പ്രതീക്ഷയോടെയാണ് വന്നത്. ആ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചെന്ന് തന്നെ പറയാം. 2.5 മണിക്കൂർ കുറച്ച് പോപ്കോൺ വാങ്ങിച്ചതുകൊണ്ട് പോപ്കോൺ കഴിച്ചുകൊണ്ടിരുന്നു പടം കണ്ട്. അങ്ങനെയെങ്കിലും മനസ്സിലായില്ലേ, വൻ പ്രതീക്ഷയോടെയാണ് വരുന്നത്. അതുകൊണ്ട് അഭിപ്രായം പറയാനുള്ള എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഡയറക്ടർ ഈ 2024 നടിപ്പിൻ നായകനെ വെച്ച് ഇങ്ങനെ ഒരു രീതിയിൽ ചെയ്യരുതായിരുന്നു, ഇത്രയേ പറയാവുള്ളൂ. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ നെഗറ്റീവാണ്. കാരണം ഈ ഒരു 2024 അതിൽ ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങൾ സൂര്യ അണ്ണന് വേണ്ടി മാത്രം ഈ സിനിമ കണ്ട് വിജയിപ്പിക്കുന്ന ഒരുപാട് പെട്ടവരുണ്ട്. കാരണം അവരുടെ ഒരൊറ്റ വികാരം അവർക്കുള്ളൂ, സൂര്യ. അതുകൊണ്ട് ഈ പടം വിജയിക്കും. അണ്ണൻ്റെ മുഖം ഉള്ളതുകൊണ്ട് വിജയിക്കും. ഡയറക്ടർ വാങ്ങിച്ചു. ഒരു രക്ഷയില്ല, അടിപൊളി സിനിമ. സൂര്യയുടെ വരവെന്ന് വേണമെങ്കിൽ പറയാം, അടിപൊളി, ഒരു രക്ഷയില്ല. ഒരു സർപ്രൈസ് ഉണ്ട് അതിൽ, അതന്നെ. സൂപ്പർ സൂപ്പർ എല്ലാം, അണ്ണാന്റെ ആക്ടിങ് പിന്നെ എല്ലാം ഓൾറൗണ്ട് സൂപ്പർ 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 ചേട്ടാ, സൂപ്പർ. സൂര്യ അണ്ണ അടിപൊളിയായിരുന്നു. ഫുൾ വിഷ്വലാണ്, 3D ആയതുകൊണ്ട് ആ ഒരു തടി നല്ലതായിരുന്നു. രാവിലെ കുറച്ച് നെഗറ്റീവ് കേട്ടിട്ടാണ് ചെന്നത്, ആ ഒരു പ്രതീക്ഷയിൽ. പക്ഷെ അങ്ങനെയൊന്നും അല്ല, എൻജോയബിൾ ആണ്, എല്ലാവർക്കും കാണാൻ പറ്റും, നല്ലതാണ്. കുറച്ച് സീൻസ് ഒക്കെ ഒരു ഇതുപോലെ തോന്നി, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്, സെറ്റാണ്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പേഴ്സണലി പറഞ്ഞാൽ ഞങ്ങൾക്ക് മൂവി ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ സൂര്യ ഫാൻസ് അല്ലേ, അപ്പൊ പിന്നെ നല്ല എൻജോയ് ചെയ്തു. നല്ല ഫിലിം. അല്ല കേട്ടോ, അതൊന്ന് ശ്രദ്ധിച്ചിരുന്ന് കണ്ടാൽ മതി. അല്ലാതെ ഈ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് വരുന്നവര് നെഗറ്റീവ് മാത്രമേ പറയുള്ളൂ. സൂര്യ ഫാൻ ആയതല്ല, മൂവി സ്റ്റോറിയൊക്കെ കൊള്ളാം. കുറച്ച് പഴയതായതുകൊണ്ട് ഇപ്പം എല്ലാം ന്യൂജൻ അല്ലേ, അപ്പൊ പഴയ സ്റ്റോറി ക്യാച്ച് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. പിന്നെ ലാംഗ്വേജിന്റെ കുറച്ച് പ്രശ്നങ്ങൾ വരൂലേ എല്ലാവർക്കും, അത് കുറച്ച് ശ്രദ്ധിക്കുന്നവർക്ക് ഓക്കെയാണ്. അത് ചിലപ്പോൾ മൂവി മനസ്സിലാവാത്തവരായിരിക്കും ആ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടാവുമെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. സൂര്യ എന്നത്തെ പോലെ തന്നെ ഉണ്ടായിരുന്നു. അഭിനയൊക്കെ ഓക്കെയാണ്, പിന്നെ ഓക്കെ ഇല്ലെങ്കിൽ നമ്മൾ പോയി കാണണം, വേറെ ലെവലായിരുന്നു. അടിപൊളി പടം. ഓരോ സ്റ്റണ്ടും സീൻസൊക്കെ അടിപൊളിയായിരുന്നു. സ്റ്റണ്ട് സീൻസ്, ഫൈറ്റ് എല്ലാം അടിപൊളിയായിരുന്നു.